വളരെ ത്വരിതമായ മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വനത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിഷൻ മഗ്ന അതിന്റെ ഒരുപക്ഷെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം അനുമാനിക്കാൻ. രണ്ട് ഭാഗത്തുകൂടി മുൾവനമാണ്, ഉൾക്കാടുകളൊക്കെ വലിയ ഉൾക്കാടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസവുമുണ്ട്. പക്ഷേ ആനയെ വീണ്ടും ലൊക്കേറ്റ് ചെയ്തു, ആനയുടെ ലൊക്കേഷൻ കിട്ടി ദൗത്യ സംഘത്തിന് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ. കാരണം പല ഭാഗങ്ങളിൽ കൂടെ ദൗത്യ സംഘം വനത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുങ്കിയാനകളും കാട് കയറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും ഒരു പക്ഷേ മിഷനുമായി മുന്നോട്ട് പോകും, മയക്കുവെടി വെക്കുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. രാഹുൽ, കുങ്കിയാനകൾ രാഹുൽ നിൽക്കുന്ന ഭാഗത്താണോ ഉള്ളത്, ആ സൈഡിലാണോ ഉള്ളത്? അല്ല, കുങ്കിയാനകൾ ഉള്ളത് ഞാൻ നിൽക്കുന്ന ഭാഗത്തല്ല. ഞാനുള്ളത് മണ്ണുണ്ടി കോളനി, അവിടെ നിന്ന് നേരെ വനത്തിലേക്ക് കയറുന്ന വഴിയിലാണ്. നമ്മൾ നിൽക്കുന്ന അതിലൂടെയാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ വനത്തിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ഇപ്പോൾ വെറ്റിനറി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ കൈവശം ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ അത് ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഈ മയക്കുവെടി വെക്കുന്നതിലുള്ള സംഘത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും ഈ ദൗത്യം സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കുങ്കിയാനകൾ ഉള്ളത് അരുൺ നിൽക്കുന്ന ഭാഗത്താണ്. ഏതായാലും ഈ കൂടുതൽ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോകുന്നതോടുകൂടി ദൗത്യം വളരെ സജീവമായി തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആനയെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൂടുതൽ വനം വകുപ്പിൻ്റെ സംഘത്തിന് ആനയെ ചുറ്റും നിന്നുകൊണ്ട് ഈ ദൗത്യത്തിലേക്ക് കടക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അത് വരും നിമിഷങ്ങളിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കി അത് വളരെ ത്വരിതഗതിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വനം വകുപ്പ് ചെയ്യുന്നത്. ശരി, കമലിലേക്ക് കൂടി പോവുകയാണ്. കമൽ, ദൗത്യ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പുതിയ ഡാറ്റ ലഭിച്ചോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ സഡൻ മൂവ്മെന്റ്സ് ഒക്കെ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്തു, ആനയെ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടെത്തി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല. പക്ഷേ മണ്ണുണ്ടി കോളനി ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന മൂവ്മെന്റ് അനുസരിച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ആനയുടെ സാന്നിധ്യം വനംവകുപ്പിനെ മനസ്സിലായിട്ടുണ്ട്, ദൗത്യസംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിനനുസരിച്ചാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന അവരുടെ ബേസ് ക്യാമ്പിൽ ഇപ്പോൾ രണ്ട് CCF മാർ മാത്രമാണ് ഉള്ളത്. മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഫീൽഡിലാണ്. അവരിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും ദൗത്യസംഘം വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മണ്ണുണ്ടി കോളനി ഭാഗത്തു നിന്നാണ് അകത്തേക്കുള്ള മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്, ദൗത്യസംഘം അകത്തേക്ക് കയറുന്നത്. ഇനി ആനയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ലോറി എത്താനുള്ള സാധ്യത പരിശോധിക്കണം. എത്ര ദൂരം കുങ്കിയാനകൾക്ക് ഈ മയങ്ങിയ ആനയെ കൊണ്ടുപോകാൻ പറ്റുമെന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ടെറൈനൊക്കെ മോശമാണെങ്കിൽ. അതുകൊണ്ട് ഈ എലിഫന്റ് ആംബുലൻസ് ഏറ്റവും അടുത്ത് എത്താവുന്ന ഒരു ലൊക്കേഷനായിരിക്കണം. മയക്കുവെടി വെച്ചാൽ തന്നെ കുങ്കിയാനകൾക്കൊക്കെ ഈ ആനയെ തള്ളി കൊണ്ടുവരാനും വാഹനത്തിൽ കയറ്റാനും അതിനൊക്കെ പറ്റിയ ലൊക്കേഷൻ വേണം. അതിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കൂടുതൽ മേഖലയും അടിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അത്തരം വലിയ അടിക്കാടുകളില്ലാത്ത ഒരു തുറസായ സ്ഥലത്ത് നിന്ന് മാത്രമാണ് ഈ ഓപ്പറേഷൻ നടക്കുക. തുടർന്നുള്ള നടപടികളും അതിനും ഈ ലൊക്കേഷൻ വളരെ പ്രധാനമാണ്. ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് തള്ളി ലോറിയിൽ കയറ്റണം, പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ ആയിരിക്കണം. ഇനി ആന നിൽക്കുന്നത് അത്തരം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആനയെ ഡ്രൈവ് ചെയ്ത് അത്തരം ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരണം. അതിനൊക്കെയുള്ള ശ്രമങ്ങളാണ് ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെ വളരെ ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ദൗത്യസംഘത്തിലെ അംഗങ്ങൾ പൂർണ്ണമായും വനത്തിനകത്ത് തന്നെയാണുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവരോടൊപ്പമുണ്ട്. എല്ലാവരും മണ്ണുണ്ടി കോളനി വനമേഖലയിൽ നമുക്ക് അനുമാനിക്കാൻ. കാരണം ദൗത്യസംഘം ആ രീതിയിലുള്ള മൂവ്മെന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.